നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 മാർച്ച് മാസം 31-ാം തീയതി തിങ്കളാഴ്ച നാം തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തെ ആസ്പദമാക്കി എടുക്കുന്ന ക്ലാസ് 60-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളായി 59 ക്ലാസ്സിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഇന്ന് 60-ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ 59 ക്ലാസ്സുകൾ വരെ നമ്മൾ പഠിച്ചത് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വരെയാണ് നാം ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നത്. ഇന്ന് തുടർന്ന് 16-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളെ കുറിച്ചാണ് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യങ്ങൾ വായിച്ച് തുറന്ന് വായിപ്പാൻ കർത്താവ് ചന്തപ്പെടുകയാണ്. 12-ാമത്തെ വാക്യം ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല എന്ന് യേശു തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ ദൈവം ആ മെസ്സേജ്, ആ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ മെസ്സേജുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാക്ഷിയൊക്കെ പറയുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നാം ചുരുക്കുന്നവർ. ഇവിടെ സമയം ഇല്ല, അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മാനസിക നിലവാരം ദുഃഖം കൊണ്ട് നിറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങളാകെ വല്ലാതെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷമായി കർത്താവ് പറയുകയാണ്, അതിനൊരു പരിഹാരം കൂടി കർത്താവ് പറഞ്ഞു. അങ്ങനെ അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കുകയല്ല. കർത്താവ് തുടർന്ന് പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ദൈവത്തിന്റെ ആലോചനയുടെ വചന കേൾവിയുടെ അല്ലെങ്കിൽ വചന സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മെ സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടിയാണ്. എല്ലാ മേഖലകളിലും വഴി സത്യത്തിൽ നടക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സത്യാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം ഏത് മേഖലകളിലും, നമ്മുടെ ആത്മീയ, ഭൗതിക, മാനസിക, ശാരീരിക ഏത് വിഷയമാണെങ്കിലും അതിനകത്തെല്ലാം നമ്മെ സത്യത്തിലാണ് വഴി നടത്തുന്നത്. ദുഷ്ടന്റെ യാതൊരു വ്യാപാരവും ഇല്ലാതെ, അവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം, വെളിച്ചത്തിന്റെ ജീവിതമാണ്. അവിടെ അവർ സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവമാണ് വഴി നടത്തുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് വഴി നടത്തുന്ന കാര്യസ്ഥനായി ദൈവം തൻ്റെ സഭയ്ക്ക്, ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന കാര്യസ്ഥനായിട്ടുള്ളത് പരിശുദ്ധാത്മാവാണ്. അവൻ കാര്യങ്ങളെ നടത്തുന്ന യജമാനനാണ്. അവനാണ് ഇന്നതിലൂടെ പോകണമെന്ന് വഴി കാണിച്ചു തരുന്നത്. നമുക്ക് വഴി അറിയത്തില്ല, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ചോദിക്കുന്ന വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന വഴിയിലൂടെ പോകണമെന്നുള്ള വഴി കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കുന്നത്. ആത്മീയ മേഖലകളിൽ ക്രിസ്തുവിന്റെ കാൽപ്പാടുകളെ, അവന്റെ ആ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ വേണ്ടി അവൻ കടന്നുപോയ, അവൻ കാണിച്ച മാതൃകയെ വെളിപ്പെടുത്തി തരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. അപ്പോൾ ക്രിസ്തു ഒരു മാതൃക നമുക്ക് വെച്ചേച്ചു പോയി. ആ മാതൃക എന്താണെന്ന് വെളിപ്പെടുത്തി അതിലൂടെ ദൈവമക്കളെ നടത്തുക. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചത്. നമുക്കറിയാം, കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. അപ്പോൾ യേശു ക്രിസ്തു വെച്ചിട്ടു പോയിരിക്കുന്ന ആ മാതൃക എന്താണെന്ന് ദൈവസഭയെ പഠിപ്പിച്ച് അവൻ പോയ അതേ കാഴ്ചപ്പാടുകളിലൂടെ നടത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നത് കർത്താവ് പോയ അതേ വഴിയിലൂടെ നാം പോകുവാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വഴി നടത്തി കർത്താവ് പറയുകയാണ്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ
കഥാ പറഞ്ഞു, സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അവര് ഏകത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ സംസാരിക്കുന്നു. അതുപോലെ കർത്താവ് പറയാണ്, ഞാൻ പിതാവ് മുഖാന്തരം സംസാരിച്ചതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാം ദൈവവും പിതാവ് മുഖാന്തരമാണ് സംസാരം. അപ്പോൾ ആലോചനയാകുന്ന പിതാവാം ദൈവത്തിന്റെ ആലോചന പുത്രൻ അറിയിച്ചു. ആ പുത്രൻ അറിയിച്ച ആലോചന അത് നിവൃത്തീകരിച്ചത് യേശുക്രിസ്തു മുഖാന്തരം നിവൃത്തീകരിക്കപ്പെട്ട ആലോചനയെ അത് വരും ലോകത്തിന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവാൻ ദൈവത്തിന്റെ ആലോചന തന്റെ പുത്രനെ ലോകത്തിൽ അയച്ച് മനുഷ്യവംശത്തെ രക്ഷിക്കണമെന്നുള്ളതായിരുന്നു. ആ ദൗത്യം ക്രിസ്തു പൂർത്തീകരിച്ചപ്പോൾ ആ യേശു ചെയ്ത പ്രവൃത്തി അത് വെളിപ്പെടുത്തി സകലസത്യത്തിൽ വഴി നടത്തി ദൈവത്തിന്റെ ആലോചനയുടെ തികവിലേക്ക് വരാനുള്ളതിനെ കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാനുള്ളതിനെ കുറിച്ച് അറിയിച്ച് നമ്മെ ഒരുക്കിയെടുക്കുക എന്നാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. അത് നമുക്കറിയാൻ സാധിക്കും, 1-ാം നൂറ്റാണ്ടോടുകൂടി ദൈവസഭയ്ക്ക് ദൂതുകൾ കൈമാറിക്കൊണ്ട് ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രവചന കൂടി എഴുതി, പ്രവൃത്തിയുടെ പുസ്തകങ്ങളും സുവിശേഷം എല്ലാം എഴുതി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നു. പക്ഷെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അത് ബുദ്ധി കൊണ്ട് നാം എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിഗൂഢതകളെ അഴിച്ചെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ലോക മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ഇത് വായിച്ചിട്ട് ഗ്രഹിച്ചെടുക്കാൻ വേണമെങ്കിൽ കാണാതെ വായിച്ച് ചില വാക്കുകൾ, ചില വാക്യങ്ങൾ, വേണമെങ്കിൽ ചാപ്റ്ററുകൾ അവർക്ക് വേണമെങ്കിൽ കാണാതെ പറയാൻ കഴിയുമായിരിക്കും. എന്നാൽ അതുകൊണ്ടല്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഈ ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ അവര് എവിടെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ ഭാവി വർത്തമാന ഭൂതവർത്തമാന ഭാവി കാലത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നമ്മെ വഴി നടത്തി കാര്യങ്ങളെ അറിയിച്ചു തരുന്നത്, സ്വർഗീയ തീരുമാനങ്ങളെ നമുക്ക് അറിയിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്, സഭാപ്രസംഗി ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് വരാനുള്ളതിനെ കുറിച്ച് അറിയിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. താൻ ജ്ഞാനിയായിരുന്നു, പക്ഷേ തനിക്ക് ഭൗതികമായിട്ടുള്ള മനുഷ്യജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വരാനുള്ളതിനെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് അവനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ചോദിക്കുകയാണ്. 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, സംഭവിപ്പാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ, അത് എങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് ആർ അറിയിക്കും? സഭാപ്രസംഗം 8-ാം അധ്യായം 7-ാം വാക്യം, സംഭവിപ്പാനിരിക്കുന്ന അവൻ അറിയുന്നില്ലല്ലോ, അതെങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് ആർ അറിയിക്കും? മനുഷ്യനോട് സംഭവിപ്പാനിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർ അറിയിക്കുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് സഭാപ്രസംഗി പറയുകയാണ്, ഇത് എനിക്ക് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ കുറെ കാഴ്ചപ്പാടുകളും പഠനങ്ങളും സദൃശവാക്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സംഭവിപ്പാനിരിക്കുന്നതിനെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. അത് എങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് ആർ അറിയിക്കും എന്നാണ് ചോദിച്ചതെങ്കിൽ, കർത്താവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരോട് ചോദിക്കണം എന്നതിനെക്കുറിച്ച് യെശയ്യാവിന്റെ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാവിന്റെ പ്രവചനം 45-ാം അധ്യായം 11-ാം വാക്യത്തിലും 41-ാം അധ്യായം 21-ാം വാക്യത്തിലും ഇത് സംബന്ധമായ കാര്യങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ജിജ്ഞാസ മനുഷ്യപ്പോഴും ഉണ്ട്. പക്ഷേ പക്ഷിമൃഗങ്ങൾക്കൊന്നും അതറിയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അവരങ്ങനെ വരാനുള്ളതിനെ കുറിച്ച് അവർ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല, ന്യൂസ് കാണുന്നില്ല, ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് അന്നേക്കുള്ള ജീവിതത്തിനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാളെക്കുറിച്ചുള്ള ചിന്ത മൃഗങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് കാക്കയെക്കുറിച്ചൊക്കെ പറഞ്ഞത്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പൊരിയിൽ കൂട്ടിവെക്കുന്നുമില്ല. പിന്നെ തൽക്കാലത്തേക്കുള്ള 1-2 ദിവസത്തേക്കുള്ള എല്ലാ സംരക്ഷണവും എല്ലാ കരുതലെല്ലാം കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു തന്നാൽ, മനുഷ്യനെ സംബന്ധിച്ച്
അവന് തൽക്കാലമേ ജീവിതമുള്ളെങ്കിലും വരാനുള്ളതിനെ കുറിച്ച് വലിയ ആദി അവന്റെ ജീവിതത്തിലുണ്ട്. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, മക്കൾ എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ തലമുറ എന്തായിത്തീരും, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ആദിയുള്ളവനാണ് മനുഷ്യൻ. അവനെപ്പോഴും ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറിയാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ആഗ്രഹങ്ങളാണെങ്കിൽ മറ്റുള്ളത് ആദികളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ജിജ്ഞാസ കുറവാണ്. ആത്മീയ കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നവർക്ക് ഈ അറിയാനുള്ള താല്പര്യമുണ്ടാകുകയുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് നാളെ എന്താകുമെന്നുള്ള വേദനയും ആദിയുമാണ് മനുഷ്യനുള്ളത്. ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലാണ് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ചിന്തയുണ്ട്, നാളെക്കുറിച്ചുള്ള ചിന്തയാണ്. അനേകം ചിന്തിച്ചവർ ആദി പിടിക്കുകയാണ്. അതാണ് ഒരു കൂട്ടരെങ്കിൽ. മറ്റൊരു കൂട്ടര് അവരെപ്പോഴും ജിജ്ഞാസയുള്ളവരാണ്. എന്ത് സംഭവിക്കും, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ, സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും വരാനുള്ളതിനെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ, നാളെ ഭൂകമ്പം ഉണ്ടാകുമോ, നാളെ സുനാമി ഉണ്ടാകുമോ, അല്ലെങ്കിൽ നാളെ ഇനിയും കോവിഡ് ഉണ്ടാകുമോ, മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് അനേകര് ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവര് ആദി പിടിക്കുമ്പോൾ ദൈവം പറയിക്കുന്നത് അങ്ങനെയല്ല, നാം നാളെ കുറിച്ചോർത്ത് പ്രത്യാശയുള്ളവരാണ്. ഇപ്പൊ ഇവിടെ ഈ ശലോമോൻ ചോദിച്ചു, ആരോടാണ് ഇത് ആരറിയിക്കുമെന്ന് ചോദിക്കുമ്പോൾ യശയാന്റെ 45-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആരോട് ചോദിച്ചാൽ കാര്യങ്ങളെ അറിയാം എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിക്കുന്നത്. ചിലർക്കൊക്കെ സംശയമുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവമാണോ? ഈ പിതാവാൻ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചിന്തയൊക്കെ നേർക്ക് വരാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വായിക്കുന്ന വചനം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അയ്യോ കഷ്ടം, ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. അപ്പോൾ ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് വരുവാനുള്ളതിനെ കുറിച്ച് മനുഷ്യനോടല്ല ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കണം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തോടാണ് നാം കാര്യങ്ങൾ ചോദിക്കുക. ചിലര് മനുഷ്യരോട് ചോദിക്കും, മറ്റു ചിലര് നക്ഷത്രക്കാരോടും മാസാന്തരം അറിയിക്കുന്നവരോടും അങ്ങനെ പലവിധമായിരിക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഭൗമികമായിരിക്കുന്ന ജീവിതത്തിന്റെ കാര്യങ്ങളെ, വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ പ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ളവരോട് ഒരിക്കലും നിങ്ങൾ ചോദിക്കുവാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഇടയാത്തതുള്ളൂ. അപ്പോൾ എന്നാൽ രാജാക്കന്മാരുടെ കാലത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ശമൂവേൽ കാലഘട്ടത്തിൽ ശമൂവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ശൗലിന്റെ ജീവിതത്തിൽ വരാനുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവൻ വെളിപ്പാട്ട് ഇടയാത്തുള്ളൂ. അപ്പോൾ ഇസ്രായേലിന് പ്രമാണമുണ്ട്, എന്നോട് ചോദിപ്പീൻ, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. ഈ ശൗൽ രാജാവ് അന്ന് വാസ്തവമായി മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചോദിച്ച, കർത്താവേ വരാനുള്ളത് എന്താണ്, യഹോവേ എന്നോട് അറിയിക്കണമേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് വാസ്തവമായി അവൻ നിലമ്പാട് വീണിരുന്നെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവനോട് വ്യക്തമായ കാര്യങ്ങളെ അറിയിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ അത് അവൻ ചെയ്തില്ല. അവൻ്റെതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് അവൻ ജീവിച്ചിട്ട് അവസാനം അവൻ നീക്കിക്കളഞ്ഞ വെളിച്ചപ്പാടത്തിയോടാണ് ഭാവിയെക്കുറിച്ച് ചോദിക്കാനായിട്ട് അവൻ പോകുവാനിടയാത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആരോടാണ് വരുവാനുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഏത് വിഷയമാണെങ്കിലും ദൈവത്തോട് ചോദിക്കണം, കർത്താവേ വരാനുള്ളതിനെ കുറിച്ച് എന്നോട് അറിയിച്ചിടണമേ എന്ന്. അപ്പോൾ ഇസ്രായേലിന് അറിയത്തില്ലെങ്കിൽ, ശലോമോൻ അറിയത്തില്ലെങ്കിൽ, ദൈവം പറയുക, അതെ, നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ട് ഭാവിയെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ, വരാനുള്ളത് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിപ്പിൻ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നിട്ട് പുതിയ നിയമത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആധികാരികമായി സ്വർഗീയ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. തന്റെ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും. പരിശുദ്ധാത്മാവ് പ്രേരിതരായിരിക്കുന്ന കർത്തദാസന്മാർ, ദൈവമക്കൾ, ദൈവദാസിമാരോടെ അവരിലൂടെ പ്രവചനങ്ങളായിട്ടും ദൂതുകളായിട്ടും അവയെ നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് വരാനുള്ളതിനെ കുറിച്ചാണ് നമ്മോട് അറിയിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം പഴയ നിയമത്തിൽ ചോദ്യങ്ങളാണെങ്കിൽ പുതിയ നിയമത്തെല്ലാം വ്യക്തമായ ഉത്തരങ്ങളാണ്. കർത്താവ് പറഞ്ഞത്,
ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. വരാനുള്ളത് എന്താണെന്ന് അറിയിച്ചു തരും. ഞാൻ ഇന്നുവരെയും നിങ്ങളെ നടത്തി കൊണ്ടുവന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് അതിന്റെ വ്യക്തത ദൈവത്തിന്റെ പരിശുദ്ധമാവ് വന്നു കഴിയുമ്പോൾ അവനത് അറിയിച്ചു തരും. എന്നിട്ട് പറയുകയാണ്, പഴയ നിയമത്തിൽ നിരവധി ചോദ്യങ്ങൾ സഭാപ്രസംഗയുടെ പുസ്തകത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ച് ജ്ഞാനികളായി പലതും ചോദിച്ചു പോയപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്നോട് ചോദിപ്പീൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ദേവന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചവരെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതുകൾ ലഭിച്ചവർ ദേവന്മാരാണ്. അപ്പൊ അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ദേവന്മാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ദേവന്മാർ അല്ലാത്തവരുമുണ്ട്. അവരെ കുറിച്ച് 41 അധ്യായം 21 വാക്യത്തിൽ പറയും, നമ്മോട് പ്രസ്താവിക്കട്ടെ, സംഭവിക്കാനുള്ളവർ കാണിച്ചു തരട്ടെ. 22 വാക്യം, സംഭവിക്കാനുള്ളവർ കാണിച്ചു തരട്ടെ, നമ്മോട് പ്രസ്താവിക്കട്ടെ, നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ടു വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ എന്ന് പറയുക. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർക്ക് ദേവന്മാരും അല്ലെങ്കിൽ മറ്റു പലരുടെയും ആൾക്കാരെ, ആരാധനാമൂർത്തികളെ അവർ എടുക്കുവാൻ ഇടയാത്തുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ പറഞ്ഞത്, സംഭവിപ്പാൾ അവർ കാണിച്ചു തരട്ടെ, നമ്മോട് പ്രസ്താവിക്കട്ടെ, നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിനുവെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാൾ നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരാനുള്ളത് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പം മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പാൻ അവരെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ കുറിച്ച്, അവന്റെ നിത്യതയെക്കുറിച്ചൊന്നും പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് അരുളപ്പാട് ലഭിച്ച ദൈവത്തിന്റെ ദാസ്യദാസന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തരികയാണ്. ദൈവത്തിന് അരുളപ്പാടുകൾ, ദേവന്മാർക്ക് ലഭിക്കുന്ന അരുളപ്പാടുകൾ അവര് അറിയിക്കുന്നുണ്ട്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. എന്നാൽ ദൈവ മക്കളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ദൂതന്മാരിലൂടെയല്ല സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് തന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ ദേവന്മാരായിരിക്കുന്ന ദൂതന്മാരാണ് ദൂതറിയിക്കാൻ വേണ്ടി അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി വന്നെങ്കിൽ, നമുക്കിന്ന് അങ്ങനെ ദൂതന്മാർ വന്നല്ല നമ്മളോടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ദൂതന്മാരെ ഇറക്കി ദൈവം വിടിവിച്ചിട്ടുണ്ട്, അവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭാവി കാലങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് ദൂതന്മാരല്ല സംസാരിച്ചിരിക്കുന്നത്, പ്രവാചകന്മാരല്ല സംസാരിച്ചിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അപ്പോൾ അന്ത്യകാലത്ത് മറ്റാരുടെയിലൂടെയല്ല, മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെയല്ല, മധ്യസ്ഥയിലൂടെയല്ല, ദൈവം നേരിട്ടാണ് നമ്മോട് സംസാരിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന സാക്ഷാൽ ദൈവം സംസാരിച്ച ശേഷമായി അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവാൻ ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് ദൂതന്മാരുടെ ദൂതുകളൊന്നും നാം കേൾക്കാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസ്താവിച്ച സുവിശേഷ വിരുദ്ധമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെങ്കിലും വന്ന് സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ദൂതുകളെ ദൈവം നമുക്ക് വ്യക്തമാക്കി നൽകുവാനിട. പിന്നെ ദൈവം ദൂതന്മാരെ അയച്ച് ദർശനമൊക്കെ നൽകാറുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊർന്നേലിയോസിന്റെ ഭവനത്തിരിക്കുമ്പോൾ അവിടെ ദൂതൻ വന്ന് പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ വരാനുള്ള കാര്യങ്ങൾ അറിയിച്ചത് ദൂതനല്ല, അറിയിച്ചത് പത്രോസ് അറിയിച്ചത്. അവിടെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പുതിയ നിയമത്തിൽ ദൂതന്മാരല്ല വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കണമേ. അപ്പോൾ അത് പിതാവാം ദൈവം പുത്രനിലൂടെ അറിയിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവമക്കളിലൂടെയാണ് അറിയിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൊർന്നേലിയോസ് പ്രാർത്ഥനാ സമയത്ത് ഒരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, അവിടെ തന്നെ ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അവൻ പറയുകയാണ്, നീ പത്രോസിനെ വരുത്തി അവന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ദൂതറിയിക്കാനുള്ള ദൗത്യം നമുക്കാണ്. അതുകൊണ്ട് ഭക്തന്മാർ പാടിയത്, ദൂതന്മാർക്ക് കൂടി ലഭിക്കാത്ത അവകാശമാണ് ദൈവം ദൂതറിയിക്കുവാൻ, സുവിശേഷം അറിയിപ്പാൻ ഇപ്പോൾ നമ്മളെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നത്. വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ദൈവമക്കളെയാണ്. അപ്പോൾ ദൂതന്മാർക്ക് കൂടി മറഞ്ഞിരുന്ന കാര്യങ്ങളെ
ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ കൂടി അത് കേൾക്കാൻ വേണ്ടി അവർ കുനിഞ്ഞു നോക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഈ ദൈവസഭ കൂടി വന്ന് ആരാധിക്കുന്ന സമയത്ത് അന്ന് സംസാരിക്കുന്ന ദൈവദൂതുകളും കാര്യങ്ങളും ഒക്കെ മറിഞ്ഞിരിക്കുന്നതാ. അത് ദൂതന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവര് അന്നാണ് കേൾക്കുന്നത്. ദൈവമക്കളുടെ ആരാധനയിൽ ദൈവം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുമ്പോഴാണ് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൂതന്മാർക്ക് മറിഞ്ഞിരിക്കുന്നത് ദൈവം പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി ദൈവസഭയ്ക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവിക മർമ്മങ്ങളൊന്നും അത് ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. അത് ദൈവത്തിന്റെ കയ്യിൽ പരമരഹസ്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ മർമ്മം വലിയതാണ്. അപ്പോൾ അത് വേറെ ആർക്കും കൈമാറാതെ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഈ മർമ്മമെല്ലാം അടങ്ങിയിരിക്കുന്നത്. പിതാവാം ദൈവത്തിന്റെ പൂർണ്ണമായ ആലോചനയും പിതാവാം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും അവനിലൂടെയും അല്ലാതെ ദൈവം സ്വർഗീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് സാരം. ആണ് ഇതിന്റെ കാര്യങ്ങളെ പറഞ്ഞ് അതിന്റെ രക്തചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇതാണ് ഞാൻ അറിയിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദൂതന്മാർ പറഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞെന്നോ ഉള്ള രീതിയിലൊന്നും നമ്മളെ ചഞ്ചലപ്പെടുത്താൻ പാടില്ല. പ്രത്യക്ഷപ്പെട്ട് ദൂതൻ വന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കരുത്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവസഭയ്ക്ക് ദൂതറിയിച്ചു തരുന്നത്. കർത്താവാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദൂതന്മാർ വന്ന് ഉണർത്തുകയും ചങ്ങലയിൽ നിന്ന് അഴിച്ച് വെളിയിൽ കൊണ്ടിരിക്കുകയും വെളിയിൽ കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ദേവന്മാരല്ല, ദൈവമാണ് നമുക്ക് നേരിട്ട് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അവർ പറയുമെങ്കിൽ ദേവന്മാരാണെങ്കിൽ പറയട്ടെ, കാണിച്ചിട്ട് അരുളപ്പാട് ലഭിച്ചവരാണ് ദേവന്മാർ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ ദേവാദി ദൈവവും കർത്താദി കർത്താവ് എന്ന് പറയാൻ കാരണം യേശു ദേവൻ എന്ന് മറ്റുള്ളവർ പറയുന്നത് അവൻ ദേവൻ എന്ന് പറഞ്ഞത് അരുളപ്പാട് ലഭിച്ചതായതുകൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത്. ക്രിസ്തു ദേവൻ എന്ന് ചിലരൊക്കെ പറയാറുണ്ട്, യേശുവിനെ ദേവൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ശരിയാണ്, ദേവാദി ദൈവവും കർത്താദി കർത്താവുമാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ അരുളപ്പാടുകൾ ലഭിച്ചവരാണ് ദേവന്മാരെങ്കിൽ അരുളപ്പാടുകളാണ് യേശു. അതുകൊണ്ട് അവൻ ദേവാദി ദൈവവും കർത്താദി കർത്താവുമാണ്. അപ്പോൾ യേശു ക്രിസ്തു ദേവാദി ദൈവവും കർത്താദി കർത്താവുമാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം അത് യഥാർത്ഥമായ രീതിയിൽ കാര്യങ്ങളെ വെളിപ്പെടുത്തി വരാനുള്ളത് അറിയിച്ചു തരുന്നത് മനുഷ്യരായിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച കർത്തൃദാസന്മാരിലൂടെ, പ്രവാചകന്മാരുടെ, അപ്പോസ്തലന്മാരിലൂടെ, ദൈവത്തിന്റെ ശുശ്രൂഷാവൃന്ദത്തിലൂടെ ദൈവം ആ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകും എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. വരുവാനുള്ളത് നിങ്ങളെ അറിയിച്ചു. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. ഇവിടെ കർത്താവ് പിതാപുത്ര പരിശുദ്ധാത്മാബന്ധത്തിന്റെ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. പറയാണ് അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. പരിശുദ്ധമാവാൻ ദൈവം ക്രിസ്തുവിനുള്ളതിൽ നിന്ന് എടുത്ത് അവൻ നമുക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പിതാവാം ദൈവം എന്നിട്ട് പറയാണ് എന്നെ മഹത്വപ്പെടുത്തും, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അപ്പോൾ പിതാവാം ദൈവത്തിനുള്ളതൊക്കെയും ആണ് യേശുക്രിസ്തുവിനുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ളതാണ് പരിശുദ്ധാത്മാവാൻ ദൈവം. അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന മാർമികമായിരിക്കുന്ന രഹസ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ കഷ്ടം സഹിച്ച വഴി തുറന്നു തന്ന, വഴി കാണിച്ചു തന്ന യേശുക്രിസ്തുവിനെ അതിലൂടെ മഹത്വപ്പെടുത്തുമെന്നാണ് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ ആര് അറിയിക്കും? നിങ്ങളെ അനാഥരായ വിടുകയില്ലെന്ന് കർത്താവ് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ യേശു പോകുന്നതിന് മുമ്പായി, തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കർത്താവ് പറഞ്ഞു തീർക്കുകയാണ്, ഇനിയും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്, എൻ്റെ ആത്മാവാണ്. എനിക്കുള്ളതിൽ നിന്ന് എടുത്തറിയിച്ചു തരുന്ന, നിങ്ങൾ പിതാവാൻ ദൈവത്തിലുള്ളത് അറിയിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വഴി നടത്തുന്നത്. അവൻ സകലവും അറിയിക്കുകയും വഴി നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ, നിങ്ങൾക്ക് ആലോചന നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ നൽകുമെന്നുള്ള വാഗ്ദത്തമാണ് ദൈവം അവിടെ തൻ്റെ ശിഷ്യഗണത്തെ ദൈവം ഓർപ്പിച്ചുണർത്തിയത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ഇത് നേരത്തെ കർത്താവ് ലോകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. 14-ാം അധ്യായം
അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇതാ പറഞ്ഞു, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. അപ്പോൾ 33 വർഷത്തിൽ 30 വർഷം യേശുക്രിസ്തു അവൻ സാധാരണ ഒരു യുവാവായിട്ട് ആ ഗലീലയിൽ വളരുവാനിടയ നസ്രയത്തിൽ വളർന്നു. 3.5 വർഷം കൊണ്ട് ലോകമറിഞ്ഞു, അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യനറിഞ്ഞു യേശു ആരാണെന്നുള്ളത്. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവ് ലോകമറിഞ്ഞു. എന്നാൽ കഥ പറയാണ്, കുറഞ്ഞു വന്ന് കഴിഞ്ഞ് ഇനി അധികം താമസിക്കേണ്ട, ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ഞാൻ എൻ്റെ പ്രവൃത്തി തികച്ച് ലോകത്തുനിന്ന് ഞാൻ അപ്രത്യക്ഷമാകുവാൻ പോകുകയാണ്. ഇവിടെ അപ്രത്യക്ഷമാകുക എന്നുള്ളത് യേശുക്രിസ്തു വന്നിട്ട് പെട്ടെന്ന് ആരും കാണാത്ത വിധത്തിൽ ഇവിടുന്ന് അപ്രത്യക്ഷമാകുകയല്ല ചെയ്തത്. എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജനിച്ചത്, എങ്ങനെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അവന്റെ ജന്മം സാധാരണ ജന്മമല്ല, പരിശുദ്ധാത്മാവിൽ ജനിച്ചിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് എങ്ങനെ വളർന്നു വരുവോ അതുപോലെ വളർന്നു വന്നിട്ട് ഒരു മനുഷ്യൻ ഇവിടുന്ന് യേശുവിനെ പെട്ടെന്നങ്ങ് എടുക്കുകയല്ല അവൻ ചെയ്തത്, അപ്രത്യക്ഷമാകുകയല്ലായിരുന്നു. അവൻ സാധാരണ ഒരു മനുഷ്യൻ മരിക്കേണ്ട പോലെ മരിക്കണം. അവനെ ജഡമരണത്തിൽ കൊടുത്തത് നമ്മുടെ പാപങ്ങളെ വഹിപ്പാൻ വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ അപ്രത്യക്ഷമാകുകയല്ല. നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ജഡത്തിൽ കഷ്ടം സഹിച്ചവൻ മരിക്കും. ആ മരിച്ച ശേഷമായിട്ട് ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല. ലോകം അവസാനമായി യേശുവിനെ കണ്ടത് കാലുവറിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടത്. ഇന്ന് രാത്രിയിലും അനേകർക്ക് ലോകം കണ്ട് യേശുവിനെ അറിയത്തുള്ളൂ, കാലുവറിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയത്തുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് മാത്രമേ ലോകത്തിന് അറിയത്തുള്ളൂ, ലോകത്തിനതേ കണ്ടുള്ളൂ. എന്നാൽ ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടത്, അതിനുള്ള ഭാഗ്യം ലഭിച്ചത് യേശുവിനോട് കൂടെ നടന്ന അവന്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ്. ഇന്ന് രാത്രിയിലും യേശു ജനിച്ചെന്നും ജീവിച്ചെന്നും മരിച്ചെന്നും അനേകർക്കറിയാം. എന്നാൽ ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള, അവന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ശക്തിയെക്കുറിച്ചുള്ള പുനരുത്ഥാന ശക്തിയെക്കുറിച്ചുള്ള അറിവ് ലോകത്തിനില്ല. എന്നാൽ ഞാനും നിങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമല്ല, അവനെ പ്രസംഗിക്കുമ്പോൾ തന്നെ അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് നാം പ്രസംഗിക്കാൻ കാരണം കഥാഗത പറഞ്ഞുകൊണ്ട്, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കഥാ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ്, അതോടുകൂടി ലോകം എന്നെ കാണത്തില്ല, എന്നാൽ കാണേണ്ടവർ എന്നെ കാണും. ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുന്നവർക്ക് മാത്രമേ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, അവൻ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശേഷമായി എല്ലാവർക്കും യേശു വെളിപ്പെട്ടില്ല. അതുകൊണ്ട് ലോകത്തിന് എന്നെ കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ കഥ പറഞ്ഞത് അതേപോലെ പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. ലോകത്തിന് കാണുക പറഞ്ഞാൽ ലോകത്തിന് പിന്നെ അവരെ യേശുവിനെ കാണാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കഥ പറഞ്ഞു, നിങ്ങൾ പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. രണ്ട് കുറഞ്ഞോന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒന്നാമത് നിൽക്കുന്നത്, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഇവിടെ കുറഞ്ഞെന്ന് പറഞ്ഞത് യേശുക്രിസ്തു മരിക്കുവാനായിട്ട് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ പറയാണ്, ഈ സന്ദേശം കർത്താവ് കൈമാറുമ്പോൾ പെസഹ കഴിഞ്ഞ ദിവസമാണ്. പിന്നെ യേശു പിടിക്കപ്പെടുവാൻ പോകുക വെള്ളിയാഴ്ച. അപ്പോൾ കുറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞു, മരിച്ച് യേശുവിന്റെ ശരീരം ഈ വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് ലോകത്തുനിന്ന് മാറ്റിയാൽ പിന്നീട് കുറഞ്ഞു എന്നുള്ള സമയം, അപ്പം കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊന്നും കഴിയാൻ കാണുകയില്ല എന്ന് പറഞ്ഞത് അന്ന് കർത്താവ് സംസാരിച്ച സമയം മുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ശേഷമായി അരിമത്ഥയിലെ ജോസഫിന്റെ കല്ലറയിൽ യേശുവിനെ വെക്കുന്നവരെ സമയത്തെയാണ് കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. അവർ കണ്ടിരുന്നു യേശുവിന്റെ ശവശരീരം യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള ആ ഒരു ശുശ്രൂഷ തികച്ച് യേശുവിനെ അരിമത്ഥയിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ച് ആ കല്ലറയിൽ ഒരു കല്ലുരുട്ടി വെച്ചിട്ട് പോയി. എന്നാൽ അത് റോമൻ ഗവൺമെന്റിന്റെ നിയമപ്രകാരം അതിനെ മുദ്രവെച്ചു. ആരും കാണാതിരിക്കാൻ വേണ്ടി അവൻ മുദ്രവെക്കുവാൻ ഇടയാത്ത ലോകം വിചാരിച്ചത് അതോടുകൂടെ തീർന്ന. കുറഞ്ഞു പോന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. മുദ്ര വെച്ചിരിക്കുന്ന മുദ്രയ്ക്കുള്ളിലാണ് ഇന്ന് പലരും
യേശുവിനെ കാണാതിരിക്കുന്നത്. ലോകത്തിന്റെ മുദ്ര, സാത്താൻ വെച്ച മുദ്ര, കല്ലറയിൽ മുദ്ര വെച്ചിരിക്കുന്ന കുറഞ്ഞു വന്ന കാലത്തേക്ക് മാത്രമാണ് വെച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിനിന്നും അടഞ്ഞ കല്ലറയാണ് അവർക്ക് ചിന്തിക്കാനുള്ളത്. അവർക്കത് കാര്യമല്ല. യേശു ഉയർക്കപ്പെട്ടെന്നോ യേശു സ്വർഗാരോഹണം ചെയ്തെന്നോളും അവർക്കറിയേണ്ട ആവശ്യമില്ല. യേശു എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചു എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ള രീതിയിൽ അതിനെ തള്ളിക്കളയുമ്പോൾ കർത്താവ് പറയാണ്, അവിടുന്ന് അപ്പോൾ ഇന്ന് യേശു പെസഹ കഴിഞ്ഞുള്ള സമയത്ത് സംസാരിച്ച മുതൽ യേശു മരിച്ചവന്റെ ഡെഡ് ബോഡി അത് അവിടെ കല്ലറയിൽ വെക്കുന്നവരെയാണ് കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം പറയാണ്, കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അതാണ് പുനരുത്ഥാനത്തിന്റെ സമയം. ഇപ്പൊ കഥ പറഞ്ഞു, വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പ് എന്നെ കല്ലറയ്ക്കുള്ളിൽ വെക്കും. എന്നാൽ ശനിയാഴ്ച കഴിഞ്ഞ്, ശബത്ത് കഴിഞ്ഞ് ഞായറാഴ്ച വെളുപ്പിനെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതിനെയാണ് കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറഞ്ഞു എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ മരിച്ച് കല്ലറയിൽ വെക്കുന്നവരെയാണ് കുറഞ്ഞു വന്ന കാലം. അത് 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 കുറഞ്ഞു നിങ്ങൾ എന്നെ കാണുകയില്ല. ലോകത്തിന് പിന്നെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ച ശേഷമായി കുറഞ്ഞു എന്ന് കഴിഞ്ഞ്, അതിന്റെ അർത്ഥം കല്ലറയ്ക്കകത്തിരുന്ന ക്രിസ്തു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ പൂട്ടിവെച്ചിരുന്ന കല്ലറയുടെ കല്ല് നീക്കി യേശു പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് കുറഞ്ഞു വന്ന് എന്നിവിടെ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. എന്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവർക്കന്ന് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലുള്ള ആ ചിന്താഗതി അവർക്കന്ന് കിട്ടിയില്ല. പിന്നെ നമ്മളിത് പറയാൻ കാരണം, ഇത് പരിശുദ്ധമായി ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയും. കുറഞ്ഞവൻ എന്താണെന്ന് അന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇന്ന് നമുക്കത് മനസ്സിലാകുന്നത്, കുറഞ്ഞവെന്ന് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ട് കുറഞ്ഞവൻ എന്താണെന്ന് മനസ്സിലായി കാണത്തില്ലായിരിക്കും. നമ്മൾ പല പ്രാവശ്യം വായിച്ചു കാണും. ഈ കുറഞ്ഞവന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, അല്ലെങ്കിൽ കുറഞ്ഞവന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് കുറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, കുറഞ്ഞവന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത് അത് വ്യക്തമായി അവർക്ക് മനസ്സിലായില്ല. ഇന്നും അനേകർ ബൈബിൾ വായിക്കുന്നത് മനസ്സിലാകത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവര്, കുറഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. യേശു അവരോട് പറയാ, ഞാൻ മരിക്കാൻ പോകുകയാ, മരിച്ചു കഴിഞ്ഞാൽ എന്നെ കല്ലറയിൽ വെക്കും, അതുവരെയാണ് കുറഞ്ഞ ഒരു കാലം. എന്നെ പിന്നീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും കാണത്തില്ല. എന്നാൽ വെച്ച് കഴിഞ്ഞ ശേഷമായി ആരും കാണാതിരിക്കുമ്പോൾ ഒരു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച കഴിയുന്ന പീരീഡിനെയാണ് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് യേശു പുനരുത്ഥാനം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ചോദിച്ചു, എന്താണ് ഈ കുറഞ്ഞൊന്ന് പറയുന്നത്, എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശു പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് അവർക്കറിയാം. ക്രിസ്തു പറയുന്നതിനകത്തെല്ലാം അതിൻ്റെ അകത്തെല്ലാം കാര്യങ്ങളുണ്ട്. വെറുതെ ഒന്നും യേശു പറയത്തില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ചോദിച്ചു, അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്നെന്ന് ഈ പറയുന്നത് എന്താകുന്നു, അവൻ എന്ത് സംസാരിക്കുന്നുവെന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. നമുക്കത് മനസ്സിലാകുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. ഇതിനെ വായിച്ചിട്ട് ഇതുവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ തിരുവചന പഠനം മുഖാന്തരം മനസ്സിലാകണം. ലോകത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ കല്ലറയിൽ വയ്ക്കുന്ന വരെയുള്ള ഭാഗം മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. എന്നാൽ അതിനുശേഷം യേശു പുനരുത്ഥാനം പ്രാപിച്ചെന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. എന്നാൽ അവൻ ആർക്കെല്ലാം പ്രത്യക്ഷപ്പെടണമോ അവർക്ക് മാത്രമേ അത് പ്രത്യക്ഷപ്പെടുവാനായിട്ട് തന്നിട്ടുള്ളൂ. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയാറ്റണം. ഇന്ന് ഈ രാത്രിയിൽ ഈ കുറഞ്ഞെന്നുള്ളത് എന്താണെന്ന് ശിഷ്യന്മാർക്ക് അറിഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അതേക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന്
ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? എന്താ പറഞ്ഞു? നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? എന്താ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നത്? ഇത്ര പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായത്. കർത്താവ് പറഞ്ഞു, വളരെ ആഴമേറിയ ഒരു കാര്യം അവിടെ പറഞ്ഞു കൊടുത്തു. ഈ കുറഞ്ഞോ എന്നുള്ള കാലം നിങ്ങളുടെ ദുഃഖത്തിന്റെ കാലമാണ്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം മറഞ്ഞിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. കുറഞ്ഞോന്ന് അവൻ മറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും. ആ സമയത്താണ് നമുക്ക് വിലാപം ഉണ്ടാകുന്നത്. ദൈവത്തെ കാണാൻ കഴിയാതിരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്ന, ക്രിസ്തുവിനെ കാണാതിരിക്കുന്ന സമയത്താണ് ദൈവമക്കൾ വിലപിക്കുന്നത്. എന്റെ വിഷയങ്ങൾക്ക് പരിഹാരമില്ലല്ലോ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, ദൈവമേ നീ മറഞ്ഞിരിക്കുന്നത് എന്ത്, നീ ദൂരത്തകന്നു നിൽക്കുന്നത് എന്തെന്ന് നാം ചോദിക്കുന്നു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ മറയപ്പെടുന്നത് നിങ്ങൾക്ക് ദുഃഖമാണ്. നിങ്ങൾ കരഞ്ഞു വിലപിക്കും. ഞാൻ മറയപ്പെടും കേട്ടോ. താ പറഞ്ഞു, പക്ഷെ അത് കുറച്ച് സമയമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. ലോകത്തിന് സന്തോഷമായിരിക്കും. യേശുവിന്റെ മരണം ലോകത്തിനും പൈശാചിക സമൂഹത്തിനും സന്തോഷമായിരിക്കും. തീർന്നുപോയെന്ന് പറഞ്ഞവർ സന്തോഷിക്കും, ലോകം സന്തോഷിക്കും. ഇനി അവനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സന്തോഷിക്കും. കഥ പറഞ്ഞു. അപ്പോൾ ദൈവമക്കൾ കരഞ്ഞു വിലപിക്കുമ്പോൾ നമ്മൾ കരയുന്നത് ലോകത്തിനും സാത്താനും ഭയങ്കര സന്തോഷമാകട്ടോ. ദൈവം നമ്മളിൽ നകന്നു പോയോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലേ എന്നൊക്കെ നാം ചോദിച്ച് ദൈവസന്നിധി നെടുമ്പാട് വീണ് കരഞ്ഞു ഊസിക്കുന്ന സമയത്ത് സാത്താനും അവന്റെ കിങ്കരന്മാരും സന്തോഷിക്കും. കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നിന്റെ ദുഷ്ടന്റെ സന്തോഷം, വഷളന്മാർ സന്തോഷം താൽക്കാലികമത്രേ, അത് നിലനിൽക്കത്തില്ല. ദൈവം മറഞ്ഞു പോകുന്ന ദൈവമല്ല, അവൻ പുനരുത്ഥാനത്തിന്റെ ദൈവമാണ്. ഇന്ന് ഈ രാത്രിയിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നാം പ്രാർത്ഥിക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കുറഞ്ഞോന്നൊരു കാലം നിങ്ങളുടെ ദുഃഖകാലമാണ്, നിങ്ങളുടെ ദുഃഖമാണ്. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. പറഞ്ഞു. യേശു വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദുഃഖം നിറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ 16-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ചിന്തിച്ചിരുന്നു. ഇത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. എന്നാൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്ന കർത്താവ് നിങ്ങൾക്ക് ദുഃഖം ആരംഭിച്ചു. നിങ്ങൾ ഈ ദുഃഖം യേശു മരിച്ചെന്ന് കാണുമ്പോൾ, കല്ലറയിൽ വെച്ചെന്ന് കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞു വിലപിക്കും. കുറഞ്ഞു പോകുന്നൊരു സമയം വിലാപത്തിന്റെ കാലമായിരുന്നു, വിലാപത്തിന്റെ സമയമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല. ലോകം സന്തോഷിക്കും, ലോകത്തിന് സന്തോഷമായിരിക്കും. ദൈവമക്കളുടെ കരച്ചിൽ, ദൈവമക്കളുടെ വിലാപം, അവന്റെ നെട്ടോട്ടം, അവനൊരു കാര്യം നടത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നത് കാണുമ്പോൾ ലോകം സന്തോഷിക്കും. രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്, ദുഷ്ടൻ കഴിഞ്ഞ നാളുകളിൽ സന്തോഷിച്ച വിഷയങ്ങളുണ്ട്. യേശു ഇല്ല എന്നതുകൊണ്ട്, അവൻ മാറി എന്നതുകൊണ്ട്, അവന്റെ മക്കളോടുകൂടെ അല്ലെ ശിഷ്യന്മാരോടുകൂടെ യേശു ഇല്ല എന്നത് കണ്ടുകൊണ്ട് അവൻ സന്തോഷിക്കുകയാണ്. ഇവിടെയും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ ആരും മറുപടി തരാതെ, നമുക്ക് ദൈവത്തിന്റെ മുഖം നമുക്ക് വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടാതെ ദൈവം മറഞ്ഞിരിക്കുന്ന സമയത്ത് ലോകത്തിന് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ദുഃഖം കാണുന്ന, നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന കർത്താവ് അവൻ മറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല, അവൻ പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് അവൻ പ്രത്യക്ഷപ്പെടും. കാരണം ഇവിടെ കഥ പറഞ്ഞു, ലോകം സന്തോഷിക്കും, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കുറഞ്ഞു വന്ന സമയം നിങ്ങൾക്ക് ദുഃഖവും വിലാപവും നിരാശയും ബുദ്ധിമുട്ടും കരച്ചിലുമാണ്. എന്നാൽ കുറഞ്ഞു വന്ന സമയം ലോകത്തിന് വലിയ സന്തോഷമായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തരും. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് ഒരു പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതെ, പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയങ്ങളിൽ
നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവേ നീ എന്നെ മറന്നു, അല്ലെങ്കിൽ നീ എന്നോട് കൂടി ഇല്ലയോ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്നൊക്കെ നാം വിലപിക്കാറുണ്ട്. അതിനെയാണ് കരച്ചൽ എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഇവിടെ കാര്യങ്ങൾ എടുത്ത് നമുക്ക് ലഭിച്ചാൽ നമുക്കറിയാം ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്റെ കാര്യങ്ങളെ പെട്ടെന്ന് ചെയ്യുന്ന നോക്കുമ്പോൾ സന്തോഷമുണ്ടാകും, വളരെ സന്തോഷമായിരിക്കും. കഥ പറഞ്ഞ് കുറഞ്ഞോ എന്ന് നിന്റെ ദുഃഖകാലമുണ്ട്, ഞാൻ മാറിയിരിക്കും, പക്ഷേ നിനക്കത്യധികമായിരിക്കുന്ന ജയം നൽകാൻ വേണ്ടിയാണ് യേശു മണഞ്ഞിരിക്കുന്നത്. ശരിമാർ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്ന കഥ പറയുക, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്, കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ഇത് ഈ രാത്രിയിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവ് വ്യക്തമാക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ഈ കുറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നൊക്കെ പറഞ്ഞ കഥ പറഞ്ഞു. കുറച്ചൊരു സമയം പ്രിയ ശിഷ്യഗണങ്ങളെ, ശിഷ്യന്മാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദുഃഖകാലമാ, വിലാപകാലമാ, കഷ്ടകാലമാ, നിങ്ങൾ ഞാൻ മറയുന്ന സമയമാ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഉത്ഥാനത്തിന്റെ യുഗം പിറക്കും. ഓ, അത് മുഖാന്തരമായി ഒരിക്കലും നിങ്ങൾ പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല, എൻ്റെ മുഖം കാണുവാൻ കഴിയും. രാത്രിയിലും ദൈവം നമുക്ക് അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പ്രത്യക്ഷമാകുമെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ദൂതായിട്ട് ദൈവനാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ വചനം വായിക്കും തോറും ഗ്രഹിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി തീരും. അതെ, വരാനുള്ളതിനെ കുറിച്ച് കർത്താവ് അറിയിച്ചു തരുന്നത് അത് ശിഷ്യഗണങ്ങൾ കണ്ണറിയേണ്ടതുപോലെ ദൈവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇവര് തമ്മിൽ ചോദിച്ചു, എന്താ ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ ദുഃഖിക്കാൻ പോകുന്ന സമയമാണ്, കുറച്ച് മണിക്കൂറുകൾ, അതിനുശേഷം ഞാൻ വന്ന് നിങ്ങളെ കാണും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തരും. പിന്നീടുള്ള സമയം നമുക്ക് കാണാൻ സാധിക്കും മഹാസന്തോഷം അവർക്കുണ്ടായെന്ന്. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. കഥ പറഞ്ഞത് അവരോട് വലുതാൻ മുമ്പ് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് ദുഃഖമുണ്ട്. അപ്പം കഥ പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ക്രൂശിലെ തൻ്റെ കഷ്ടാനുഭവത്തിന് നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞു. മറിയോട് പറഞ്ഞു, കനാവിലെ കല്യാണത്തിന്റെ അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു, യേശുവിന്റെ അടുക്ക് വന്ന് പറഞ്ഞത്, സ്ത്രീ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം, അപ്പം അമ്മ പറഞ്ഞതുകൊണ്ട് യേശു ചെയ്തു കൊടുത്തില്ല. കാരണം അമ്മ പറയുന്ന സമയത്തല്ല യേശു ചെയ്യുന്നത്, പിതാവ് പറയുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നീ പറയുന്നപ്പോഴല്ല എൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞാൽ, എൻ്റെ പിതാവാൻ ദൈവനോട് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ഇവിടെ ഒരു അടയാളം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുകയും അത് പെട്ടെന്ന് ആ നാഴികയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ യേശു അന്ന് അടയാളം കൊണ്ട് ആരംഭമായി അവിടെ തുടങ്ങി വെച്ച ആ പ്രവൃത്തി അതിനുശേഷമായി ക്രമാനുഗതമായി നമുക്ക് കാണാൻ സാധിക്കുന്ന 3.5 വർഷം കൊണ്ട് കർത്താവ് അവസാനത്തെ അടയാളമായിരിക്കുന്ന കാൽവറി യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും അടയാളമായി ജയാളിയായി യേശു നിൽക്കുന്നു. അതാണ് നാഴിക വന്നെന്ന് പറയുന്നത്. തൻ്റെ നാഴിക വന്നതുകൊണ്ട് ഇപ്പോൾ സ്ത്രീ പ്രസവിക്കുന്നത് കർത്താവ് അതിനെ ഒരു പ്രസവത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മെ നൊന്ത് പ്രസവിക്കാൻ വേണ്ടി, ദൈവസഭയെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു പറയാണ്, ഒരു പ്രസവ വേദന കാൽവറിയിൽ യേശു നമ്മളെ നൊന്ത് പ്രസവിച്ചു എന്നതുകൊണ്ടാണ് നാം പറയുന്നത്. യേശു നമ്മളെ നൊന്ത് പ്രസവിച്ചു. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുന്നത് പോലെ അത് ഒരു ഉപമയായി പറഞ്ഞെങ്കിൽ, മനുഷ്യവംശത്തെ യേശു അതിൽ നിന്ന് മനുഷ്യവംശത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഉരുവാകേണ്ട ഒരു സഭയെ അവൻ നൊന്ത് പ്രസവിച്ചത് കാൽവരിയിൽ, അതും അത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാണ്. പുതിയ സൃഷ്ടി വീണ്ടും ജനനം സാധ്യമാക്കി തീർത്തത്, പുതിയ സൃഷ്ടിയാക്കി തീർത്തത് യേശു ക്രിസ്തു കാൽവരിയിൽ സഹിച്ച വേദന കൊണ്ടാണ്. എന്താ പറയുകയാണ്, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് പിൻവരുന്ന മഹിമയെക്കുറിച്ച് പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു വരുന്ന കഷ്ടത്തെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും അവർ ആരാഞ്ഞു. യെശയ്യാവിന്റെ 53 അധ്യായത്തിൽ പറയുന്നത്, അവൻ കഷ്ടം സഹിച്ചത് മുമ്പിലുള്ള സന്തോഷമോർത്തുകൊണ്ടാണ്.
ആ കഷ്ടം സഹിച്ചത്. അതേക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശു കഷ്ടം സഹിച്ചത്, അവൻ ആ കഷ്ടത്തെ ഏറ്റെടുത്തത്, അവന് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനത്തെ അവൻ അവമാനത്തെ അവൻ കാര്യമാക്കാതെ ആ ക്രൂശ് വഹിപ്പാനിടയായി തീർന്നു. യേശു ക്രൂശിനായി തീർന്നത് അവന് മുമ്പിൽ വെച്ചിരുന്ന വലിയ സന്തോഷം ഓർത്തത് കൊണ്ടാണ്. ഇപ്പം യെശയ്യാവിന്റെ പ്രവചനത്തിലെ 53-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ സാധിക്കുന്നത്, അവൻ അകത്യ യാഗമായി തീർന്നിട്ട് എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. പിതാവാം ദൈവം തന്റെ പുത്രന്റെ കഷ്ടം ക്രൂശിന്മേൽ വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണി എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീ ഒരു സന്തതിയെ പ്രസവിക്കുന്നത് പോലെ പിതാവാം ദൈവം തന്റെ പുത്രന് കഷ്ടത വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകത്യയാഗമായി തീർന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ അകത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ഇതാണ് 53-ാം അധ്യായം 10-ാം വാക്യത്തെ അതിന്റെ 11-ാം വാക്യത്തെ കഥ അവിടെ പറഞ്ഞതാണ്. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ഇവിടെയും അത് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. ആ കഷ്ടതയിൽ അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അപ്പോൾ പിതാവാം ദൈവത്തിന്റെ ആജ്ഞപ്രകാരം, അവന്റെ ഹിതപ്രകാരം തന്റെ പുത്രനെ കഷ്ടത വരുത്തിയത് ഒരു സന്തതിയെ ജനിപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവൻ കണ്ട് തൃപ്തനാകും. ദിവസങ്ങളിൽ സ്വർഗം തൃപ്തനാകുന്നത് നമ്മളെ കണ്ടുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ പിതാവാം ദൈവത്തിന്റെ സന്നിധി വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ തൃപ്തനാകുന്നത് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അനുദിനം വിശുദ്ധിയെ തികച്ചുകൊണ്ട് അവർ തികവിലേക്ക് എത്തുന്നത്, അവന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന അവനെ പോലെ സദൃശന്മാരായിത്തീരുന്നത് കണ്ടാണ് അവൻ തൃപ്തനാകുന്നത്. കഴിഞ്ഞ 2000 വർഷമായി പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു അവന്റെ തികവിലേക്ക് എത്തുന്ന ദൈവസഭയെ കണ്ടുകൊണ്ട് തൃപ്തനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഈ 2025 സന്ദേശം ഞാനും നിങ്ങളും അത് പങ്കുവെക്കുമ്പോൾ, അത് നാം കേൾക്കുമ്പോൾ, സ്വർഗത്തിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ അവൻ തൃപ്തനാകുകയാണ്. അവൻ കാൽവരിയിൽ സഹിച്ച കഷ്ടത മുഴുവനും നമ്മെ കണ്ടുകൊണ്ടാണ് അവൻ തൃപ്തനാകുന്നത്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്വർഗത്തിന് തൃപ്തി വരുന്നത്, പിതാവാം ദൈവത്തിന് തൃപ്തി വരുന്നത്, പുത്രന് തൃപ്തി വരുന്നത്, പരിശുദ്ധാം ദൈവത്തിന് തൃപ്തി വരുന്നത് നമ്മെ കണ്ടിട്ടാണ്. തികവിലേക്ക് എത്തുന്ന ദൈവമക്കളെ കാണുമ്പോൾ സ്വർഗത്തിന് തൃപ്തി വരുന്നു. രാത്രി നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തൃപ്തിയാകത്തില്ലായിരിക്കാം. നിന്റെ വേണ്ടപ്പെട്ടവർക്ക്, മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നീ തൃപ്തിയുള്ളവനായിരിക്കത്തില്ലായിരിക്കാം. ഒരുപാട് കുറവുകൾ കാണും. എന്നാൽ നമ്മെ നൊന്ത് പ്രസവിച്ച ദൈവം നോക്കുന്നത്, അവൻ നാം തികവിലേക്ക് എത്തുന്നത് കാണുമ്പോൾ സ്വർഗത്തിന് തൃപ്തി ഉണ്ടാകുന്ന ജീവിതമാണെങ്കിൽ നാം എത്ര ധന്യരായെന്നറിയാമോ? അതാണ് കർത്താവ് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതാണ് പറഞ്ഞത്, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം അവൾ ഓർക്കുന്നില്ല. പിന്നെ കുഞ്ഞിനെ കയ്യിലെടുക്കുകയും താരാട്ട് പാടുകയും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ കഷ്ടം അവള് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കഥ പറഞ്ഞു, 3.5 വർഷത്തെ എന്നോട് കൂട്ടുള്ള നിങ്ങളുടെ സഹവാസം അത് വളരെ ഉള്ളതായിരുന്നു. ഒരുവനൊഴികെ ബാക്കി 11 പേരും യേശുവിന്റെ കൂടെ നിന്നു. കഥ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ വളരെ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അതാ പറഞ്ഞു, ഞാൻ തരുന്ന സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ കഴിയുന്നതല്ല. ആത്മീയ സന്തോഷം, ക്രിസ്തീയ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ഭൗതിക കാര്യങ്ങൾ എടുത്തു കളയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിത്യരക്ഷയുടെ
കാരണബോധനായി തന്ന ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ, ആ രക്ഷയുടെ സന്തോഷം നമ്മളിൽ നിന്ന് ദുഷ്ടനെടുത്ത് കളയാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഭൗതിക വസ്തുക്കളെ വേണം ഇല്ലാതാക്കി കളയാം, നഷ്ടം വരുത്താം. യോബിന്റെ ജീവിതത്തിൽ അതെല്ലാം ചെയ്തല്ലോ. എന്നാൽ യോബിന്റെ ജീവനെ കഥ പറഞ്ഞു, നീ ജീവനെ വരെ നിനക്ക് തകർക്കാൻ കഴിയും, പക്ഷേ കഥ പറഞ്ഞു അത് നിനക്ക്, പക്ഷേ ആത്മാവിന്റെ മേൽ അധികാരമുള്ള ദൈവത്തിനാൽ നിത്യജീവനെ കുറിച്ച് അത് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അപ്പോൾ നിത്യജീവൻ, നിത്യസന്തോഷം, നിത്യസമാധാനം എന്നുള്ളത് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ദൈവം തരുന്നതാ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യസമാധാനം, നിത്യസന്തോഷം, നിത്യ ജീവൻ അത് എന്നേക്കുമുള്ളതാ. അതുകൊണ്ട് രാത്രിയും പറയണം, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷം, എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സമാധാനം എടുത്തു കളയുവാൻ ദുഷ്ടന് കഴിയത്തില്ല. ആത്മാവിൽ നാം പ്രാപിച്ചെടുക്കുന്ന ഒന്നും ദുഷ്ടന് തൊടാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന അന്യഭാഷ, ഞാൻ നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, ഞാൻ നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന ആ അകത്തെ മനുഷ്യന്റെ സന്തോഷം, അത് ദുഷ്ടന് തൊടാൻ എടുക്കാൻ കഴിയത്തില്ല. പുറമേയുള്ള വിഷയങ്ങളിൽ കഷ്ടനഷ്ടങ്ങൾ വരുത്തി നമ്മുടെ പുറത്തെ മനുഷ്യനെ വേദനിപ്പിക്കുവാൻ ദുഷ്ടന് കഴിയും, മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയും. നമ്മുടെ അകത്തുള്ള ആത്മാവിനെ വേദനിപ്പിക്കുവാൻ ദുഷ്ടന്, അവന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. രാത്രി കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖം പലപ്പോഴും ഈ ഭൗതിക വിഷയത്തോട് ബന്ധമില്ല. ദുഷ്ടൻ കഷ്ടനഷ്ടങ്ങൾ വരുത്തുമ്പോൾ പ്രയാസങ്ങൾ നമുക്കുണ്ടാകും, ദുഃഖമുണ്ടാകും. നമ്മുടെ അകത്ത് ഒരു ആത്മാവുണ്ട്, ഒരു ജീവനുണ്ട്, അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാ. അതന്നിരിക്കുന്ന നിത്യ അഭിഷേകമാ, നിത്യ സന്തോഷമാ. അതിനെ നിനക്കെടുത്ത് കളയാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന നിത്യസമാധാനം, നിത്യ സന്തോഷം, നിത്യജീവൻ, നിത്യസമാധാനം, നിത്യസന്തോഷം, അതൊന്നും ദുഷ്ടൻ എടുത്തു കളയാൻ കഴിയത്തില്ല. അത് വർദ്ധിച്ചു വരികയുള്ളൂ, കുറഞ്ഞു പോവുകയില്ല. അതാണ് പുറമേയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചാലും അകത്തെ മനുഷ്യനെ ഇതൊന്നും ബാധിക്കുകയില്ല എന്നാണ് യേശു ഇവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എന്നതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദുഃഖമില്ലെന്നല്ല, എപ്പോഴും നമ്മൾ ചിരിക്കുന്നല്ല എൻ്റെ അർത്ഥം. ചിലത് ചിരിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷം ചിരിച്ചുകൊണ്ടിരിക്കാൻ പറയും. അങ്ങനെയല്ല, അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ വെറുതെ കുറെ ചിരിച്ചോട് കാര്യമൊന്നുമില്ല. ദുഃഖം കൊണ്ട് കരഞ്ഞേ പറ്റുള്ളൂ. ദൈവത്തിന് കരയണം, ദുഃഖം വരുമ്പോൾ കരയണം. എന്നാ കരയാൻ ദുഃഖിക്കുന്ന അറിയാമോ? ഭൗതിക വിഷയങ്ങളിൽ നമുക്ക് ദുഃഖമുണ്ട് അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാൻ വരുമ്പോൾ ദുഃഖമില്ല, ദുഃഖം ഉണ്ടാകും. ഇന്ന് ഇത് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട എത്ര ദുഃഖമുണ്ട്? എല്ലാം കൊണ്ട് തൃപ്തരാണോ? അല്ല. നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട് ഇല്ലേ? എനിക്ക് ദുഃഖമുണ്ട്, നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ നമ്മൾ കരയണം, അല്ലാതെ ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ദുഃഖമുണ്ടെന്ന് ആരെങ്കിലും ചിരിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ നമ്മുടെ ദുഃഖമാണ്, നമ്മുടെ ഇല്ലായ്മകൾ ദുഃഖമാണ്, നമ്മുടെ രോഗം നമുക്ക് ദുഃഖമാണ്, നമ്മുടെ സാമ്പത്തിക ഞെരുക്കം നമ്മുടെ ദുഃഖമാണ്, ചിലത് തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്തത് ദുഃഖമാണ് അല്ലേ? ഭവനം പണിതോടുന്നത് പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ദുഃഖമാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളാ. പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ വിവാഹം സമയം നടക്കുന്നില്ലെങ്കിൽ ദുഃഖമാ, തലമുറ ഉണ്ടാകുന്നില്ലെങ്കിൽ ദുഃഖമാ. ഇതെല്ലാം ദുഃഖങ്ങളാണ്. അതുകൊണ്ട് പുറമേ ഉള്ളതാണ്. പക്ഷേ അകത്തൊരു സന്തോഷമുണ്ട്. വ്യത്യാസം മനസ്സിലാക്കണം, ദൈവങ്ങളുടെ വിഷയം മനസ്സിലാക്കണം. മനുഷ്യർക്ക് അകത്തും പുറത്തും ഒരുപോലെയാ ഇള്ളളഞ്ഞിരിക്കുന്ന എല്ലാം ദുഃഖമാണ്. പിന്നെ അവൻ സന്തോഷിക്കാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള സന്തോഷമാണ്. എന്നാൽ നമ്മുടെ അകത്തൊരു സന്തോഷമുണ്ടെങ്കിൽ അത് നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യസ്നേഹവുമാണ്. ഇതുള്ളവന് പുറമേ ദുഃഖമുണ്ടെങ്കിലും അവൻ എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. അതാ കഥ പറഞ്ഞത്. അത് ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. നമ്മുടെ ആരാധന നിന്ന് പോകത്തില്ല, പ്രാർത്ഥന നിന്ന് പോകത്തില്ല, ദൈവിക വചനദേഹം നിന്ന് പോകത്തില്ല. അത് കൂടിക്കൂടി വരികയുള്ളൂ. കഷ്ടം സഹിക്കും തോറും, പുറമേ വേദന വർദ്ധിക്കും തോറും നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരാ. ഇത് മനസ്സിലായല്ലോ? അതേ പുറമേ ദുഃഖം വർദ്ധിക്കും തോറും, പ്രശ്നം വർദ്ധിക്കും തോറും നാം അന്യഭാഷയിൽ ആരാധിച്ച് സന്തോഷിക്കും. നമ്മുടെ അകത്ത് സന്തോഷം വർദ്ധിക്കും. ഇപ്പം ദുഷ്ടം നോക്കടാ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇവന്റെ ആരാധന മുടങ്ങുന്നില്ലല്ലോ, ഇവന്റെ പ്രാർത്ഥന മുടങ്ങുന്നില്ലല്ലോ. കാരണം എന്താണെന്നറിയാമോ? പിശാചേ, നിനക്കറിയത്തില്ല, ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന നിത്യതയുടെ ജീവനുണ്ട്. നിത്യനായിരിക്കുന്ന ദൈവം ഞങ്ങളെ തന്നിരിക്കുന്ന സന്തോഷമുണ്ട്, നിത്യസമാധാനമുണ്ട്. അവൻ തന്നിരിക്കുന്നെല്ലാം നിത്യമായിട്ടുള്ളതാ.
അത് അകത്തുള്ളതാ, പുറത്തുള്ളതല്ല. നിനക്ക് പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ, ഞങ്ങളുടെ ഉള്ളിൽ നിനക്ക് വരാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ യേശുവുണ്ട്, ഞങ്ങളുടെ സമാധാനത്തിന്റെ പ്രഭുവുണ്ട്, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഒന്ന് രാത്രി സന്തോഷത്തോടെ പറയണം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സന്തോഷം, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സ്നേഹം, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് ജീവനെല്ലാം നിത്യതയ്ക്കുള്ളതാ, നിത്യമായിട്ടുള്ളതാ. പുറമെ ലോകം തരുന്ന, ദുഷ്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന, അല്ലെങ്കിൽ അവൻ വരുത്തുന്ന എല്ലാം ഞങ്ങൾക്ക് ഇല്ലായ്മകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വേദനകളുമാ. പുറമേ ഞങ്ങൾ വേദനിക്കാറുണ്ട്, ജഡത്തിൽ ഞങ്ങൾ വേദന അനുഭവിക്കാറുണ്ട്, എന്നാൽ ഞങ്ങൾ ആത്മാവിൽ സന്തോഷമുള്ളവരാ. രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. ജഡത്തിൽ നാം ദുഃഖം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ പ്രത്യാശയുള്ളവരാ. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ കരമുയർത്തി പറയാൻ സാധിക്കും, നീ എന്തെല്ലാം തടഞ്ഞാലും ഏതെല്ലാം താമസിപ്പിച്ചാലും ഞങ്ങളുടെ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് കുറയത്തില്ല, അത് വർദ്ധിച്ചു വരികയുള്ളൂ. ഈ ദൂതനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഥാ പറഞ്ഞതിന്റെ അർത്ഥം അതാ. മനസ്സായെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ ദൈവത്തിന് സന്തോഷിപ്പാൻ ഇടയാത്തരും, അല്ലേ? നമുക്ക് സന്തോഷമുണ്ടാകും. ഇന്ന് രാത്രിയിലെ സന്ദേശം ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈ സന്തോഷം എടുത്തു കളയാൻ മനുഷ്യരെ കൊണ്ട് കഴിയത്തില്ല. നമ്മുടെ യാഥാർത്ഥിക സന്തോഷത്തെ എടുത്തു കളയാൻ സാധാരണ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ശത്രുഘ്ന മേശാബി എന്ന ഗോവിനെയൊക്കെ തീ കൊണ്ടുവന്നപ്പോഴും അവിടെ ഉള്ളിലുള്ള സന്തോഷം, ആ സമാധാനം അവരെ പരാജയപ്പെടുത്തിയില്ല. ദേഹത്ത് കഷ്ടത വരുവാൻ, ദേഹം മരിക്കാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അകത്ത് ദൈവം പകർന്നിരുന്ന സമാധാനമാ അതിനവരെ അവരെ അവരെ പ്രാപ്തന്മാരാക്കിയത്. ഈ പ്രാപ്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്നത്രേ. അതേ, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ താൻ സൗമ്യനായി ശാന്തനായി ഒന്നും പറയാതെ അവൻ ഏൽപ്പിച്ചു കൊടുത്ത്, ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അവനറിയാമായിരുന്നു അവന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സമാധാന ജീവൻ എടുത്തു കളയാൻ ദുഷ്ടന് കഴിയത്തില്ലെന്ന്. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ബന്ധിച്ച് അടിച്ചവരെ അകത്താക്കിയപ്പോൾ അവരുടെ പുറമെ വേദനയും കഷ്ടതയും സാത്താൻ വരുത്തിയെങ്കിൽ അവിടെ ഉള്ളിൽ പകർന്ന സന്തോഷത്തെ എടുത്തു കളയുവാൻ ദുഷ്ടന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ പേരെടുത്ത് പറ, പിശാചേ, നീ പലതും നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടി ഇന്നും ഈ പകൽ സമയത്തും പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും പലതും പുലമ്പി കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുമായി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളുടെ വലിയൊരു പട്ടികയുണ്ട്. അതെ, നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടും ലഭിക്കാതെ പോകുന്നതുകൊണ്ട്, പലതും ചെയ്തിട്ടും ലഭിക്കാതെ പോകുന്നതുകൊണ്ടുള്ള നിരാശ പുറമേ നമുക്കുണ്ട്, ദുഃഖം നമുക്കുമുണ്ട്. പക്ഷെ എന്നാൽ അതിനെയൊക്കെ നാം അതിജീവിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ കനം ഓർക്കുമ്പോഴാണ്. ഇവിടെയുള്ള കഷ്ടനഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുവാൻ സമ്മതിക്കത്തില്ല. അവൻ തന്നെ സമാധാനം തരും. ഭൗതിക വിഷയങ്ങൾ നാം പുറത്ത് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന ചില നന്മകൾ, അത് ഈ ദിവസങ്ങളിൽ ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ ഭാരം മാറ്റാൻ പോകുക. ദുഷ്ടൻ ഈ ദിവസങ്ങളിൽ പരാജയപ്പെടാൻ പോകുക. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അകത്ത് ശക്തി ഉണ്ടെങ്കിൽ, അകത്ത് ജീവനുണ്ടെങ്കിൽ, അകത്ത് സന്തോഷമുണ്ടെങ്കിൽ, അകത്ത് സമാധാനമുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ഈ ദിവസങ്ങളിലെ തീയുടെ ശക്തിയെ കെടുത്തും അവൻ. സിംഹത്തിന്റെ വായെ അവൻ അടയ്ക്കും. കാരാഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കുവാൻ എന്റെ ദൈവം ശക്തിയുള്ളവനാ. കാരണം അവർ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ സന്തോഷമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളെന്ന് എടുത്തു കളയുകയില്ല. അതെ, ഈ 2025 സന്തോഷമില്ലാത്ത, ദുഃഖമായിരിക്കുന്ന പുറമേയുള്ള പല വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ടിട്ടില്ലേ? വേദനപ്പെട്ടിട്ടില്ലേ? രാത്രി നമുക്കിപ്പോഴും വേദനയില്ലേ? ഉണ്ട്. ദുഃഖമില്ലേ? ഉണ്ട്. രാത്രി പറയണം, കർത്താവേ, നീ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം എന്നെ രക്ഷിച്ചതുകൊണ്ട് നിത്യമായിരിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് വേദനയെന്ന് എന്നും ദുഷ്ടനോട് പോയി കിടക്കാതെ അവന് തന്നെ വേർപിരിച്ചെടുത്ത നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. നീ എന്നെ നൊന്ത് പ്രസവിച്ചെടുത്തു. നീ എന്നെ ഒരു പുതുതാക്കി തീർത്തു. നീ എൻ്റെ അകത്ത് നിന്റെ ആത്മാവിനെ തന്നു. നീ എൻ്റെ അകത്ത് നിത്യസന്തോഷം തന്നു, നിത്യസമാധാനം തന്നു. അതെന്നെ സന്തോഷമുള്ളതാക്കുന്ന എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കകത്ത് സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, എൻ്റെ പ്രസന്റ് സമയത്ത് കർത്താവേ,
ഞാൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നുണ്ട്. രാത്രി ചില താമസങ്ങളെ ദൈവം വേഗത്തിൽ മാറ്റാൻ പോകുക. അത് ഇതുവരെയും നാം അനുഭവിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് ദുഃഖമായിരിക്കുന്നതിനെ കർത്താവ് ദിവസങ്ങളിൽ മാറ്റി നമ്മളെ സന്തോഷം ഒടിപ്പിക്കാൻ പോകുക. അതേ കർത്താവ് അതിന്മേൽ വെളിപ്പെടുവാൻ പോകുന്നതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അതാ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാം ചോദിക്കും. പക്ഷേ ഞാൻ മരണത്തെ ജയിച്ചു വന്നിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. അന്ന് എന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ അക്ഷരം മിണ്ടാൻ കഴിയത്തില്ല. അങ്ങനെയല്ലേ? ആകെ സ്തംഭരായിപ്പോയി. ഒന്നും ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ അവര് അതിശയിച്ചു പോയി. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമായി നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുക. പറയാണ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും സംസാരിക്കുകയില്ല, ഒന്നും ചോദിക്കുകയില്ല. കാരണം നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് ചോദ്യമായിരിക്കുന്നത് അത് പ്രവൃത്തി വരാത്തത് കൊണ്ടാണ്. ഇപ്പോഴും കുറഞ്ഞു വന്നെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യം കർത്താവ് പറഞ്ഞു, അന്നത് മനസ്സിലാകും. ഈ കുറഞ്ഞവെന്ന് പറഞ്ഞ എന്തായിരുന്നു, കുറഞ്ഞവൻ എന്താണ്, ഞാൻ പിന്നെ കാണും, നിങ്ങളുടെ സന്തോഷം ആരും എടുത്തു കളയത്തില്ല, നീ ലോകം ദുഃഖിക്കുന്ന പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത് പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ വരാൻ പോകുക. യേശു അവരോടൊപ്പം ദൂതറിയിച്ചത് കർത്താവ് പറഞ്ഞു, ചുരുക്കം സമയം കൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടാൻ പോകുക. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. എന്നാൽ ചോദിക്കുക എന്നർത്ഥം യേശുവിടെ ഒന്നും ചോദിച്ചില്ലെന്നല്ല, അവർ ചോദിച്ചു. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷമായി പോകുന്നതിന് മുമ്പായി കർത്താവിനോട് ചോദിച്ചു, എപ്പോഴാണ് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുന്നതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. കർത്താവൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഒന്നും ചോദിക്കില്ലെന്നതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇനി ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഇതുവരെ ചോദിച്ചത് നീ എവിടെ പോകുന്നു, നീ കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ്. അതിന് നിങ്ങൾ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ എന്നോട് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അന്ന് എന്നെ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ അപ്രതീക്ഷിതമായി ഒരിക്കലും സാധിക്കത്തില്ല എന്ന വിഷയം അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ സ്തബ്ധരായി പോകും. മിണ്ടാൻ കഴിയത്തില്ല, ഒന്നും പറയാൻ കഴിയത്തില്ല. അടിച്ചു ചേർക്കപ്പെട്ട കുരിശിന്മേൽ ഒരു മാംസകൊണ്ടമായി തീർന്ന്, കണ്ടാൽ ആഗ്രഹിക്കത്തല്ലാത്തവനായി തീർന്ന്, അർത്ഥനഗ്നായി ക്രൂശിൽ 3 ആണികളിൽ 2 വ്യക്തികളുടെ നടുവിൽ യേശു മരിപ്പാനിടയായി തീർന്നു. എന്നാൽ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തെങ്കിൽ യുഗത്തിന് ശേഷം ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ സ്തംഭരായിപ്പോയി. അവർക്കൊന്നും ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് മിണ്ടാൻ കഴിയാതായി പോവുകയും കർത്താവ് മുന്നമേ അവരോട് പറയുവാട്ടിടയായി തീർന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ അത് പൂർണ്ണമാകുന്നത്. നമ്മളെന്താ ചോദിക്കുന്നത്? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്ന എന്താണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥന എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ? നമ്മുടെ പ്രാർത്ഥന അവസാനമുണ്ട്, കർത്താവേ അങ്ങ് വരുമ്പോൾ നിന്നോടുകൂടെ ഞങ്ങളെ ചേർക്കണം, അല്ലേ? കർത്താവ് വരാൻ വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണല്ലോ അവസാനിക്കുന്നത്. ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും അവസാനം നമ്മൾ പറയുന്നത്, നിന്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. അതാരാ നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചത്? യേശു കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചത്, അല്ലേ? യേശുവിൻ്റെ വരവ് നമ്മൾ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. കർത്താവേ, നിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. അതാണ് നമ്മൾ പ്രാർത്ഥന. കഥ പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോണം നിങ്ങൾക്ക് ലഭിക്കും. നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞു. പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, യാചിച്ചു, ദൈവം നൽകും. നമ്മുടെ യാചന എന്താണ്? നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്കുള്ള വിഷയങ്ങളെ ദൈവം പരിഹാരം നൽകും കേട്ടോ. ഏത് വിഷയത്തിന് ദൈവം പരിഹാരം നൽകും. എന്നാൽ അവസാനമായി ഒരിക്കലും തീരാത്ത സന്തോഷം പൂർണ്ണമാകുന്നത് കർത്താവിന് വരമെങ്കിൽ നാം എടുക്കപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ നാം ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് പർദീസയുടെ 3-ാം സ്വർഗത്തിൽ ഇമ്പങ്ങളുടെ പർദീസിൽ എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ അവന്റെ സന്തോഷം പൂർണ്ണമായി തുടങ്ങുന്നത്. അവൻ രൂപാന്തരം പ്രാപിച്ച് ഒരു വ്യക്തി എടുക്കപ്പെടുകയും പുനരുത്ഥാനം പ്രാപിച്ചെടുക്കപ്പെടുകയും ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. അതാണ് പറഞ്ഞത്, ചോദിപ്പീൻ, പ്രാർത്ഥിപ്പീൻ, എൻ്റെ നാമത്തിൽ യാചിപ്പീൻ. എന്താ യാചിക്കേണ്ടത്? കർത്താവേ, അങ്ങ് വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ, എന്നെ കൂടി അങ്ങ് ചേർക്കണമേ. ആ കർത്താവ് നമ്മെ ചേർത്ത് കഴിഞ്ഞാൽ, അവനോടുകൂടെ ഒന്നായി തീർന്നു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം
നിങ്ങൾക്ക് ലഭിക്കും. രാത്രി കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം അതാണ്. യേശു കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ചേരണം. അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണം എന്ന് രാത്രി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവേശുള്ളവരായി തീരുവാൻ വേണ്ടി യേശുവിന്റെ വരവിന് ഒരുക്കപ്പെടുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയുകയാണ്. അതായത് നമ്മുടെ കർത്താവ് അവൻ നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചു. അവൻ നമ്മളോട് പറഞ്ഞു ചോദിപ്പീൻ എന്നുള്ളത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അത് എന്നോടുകൂടെ ചേരണം. അതിനു വേണ്ടിയാണ് കഥ നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. യൂദയുടെ ലേഖനത്തിലെ 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഇപ്പൊ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും പിതാവാൻ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടും ഇരിക്കുന്നവർക്ക് കഥ പറഞ്ഞു, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ നാം യാചിക്കുന്ന കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയാ. കർത്താവേ, നിന്റെ കരുണ എന്നോടും എൻ്റെ തലമുറയോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും മനുഷ്യവംശത്തോടും ഉണ്ടാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം എന്താണ് അപേക്ഷിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എത്ര പേർക്ക് എന്നോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും? അതെ, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ നിന്നാൽ പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. അതെ, കർത്താവിനാൽ സ്വർഗീയ വിളിക്ക് യോഗ്യരായിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ കർത്താവേ. ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ കർത്താവേ. അത് നാം പ്രാർത്ഥിക്കും തോറും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കും തോറും അത് നമ്മൾ വർദ്ധിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ കരുണയും സമാധാനവും സ്നേഹവും നമ്മളിൽ വർദ്ധിച്ചാൽ അത് സന്തോഷത്തിന്റെ പൂർണ്ണതയാ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ദൈവത്തോട് പറയാം, കർത്താവേ, എന്നോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ആരുടെ എല്ലാം ആവശ്യങ്ങളുണ്ടോ ഇന്ന് രാത്രി പറയാം, കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതെ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവര് ആ പിറവിയിലെ കുരുടന്മാരായിട്ടുള്ള ചോദിച്ചു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ കരുണയ്ക്കായി യാചിച്ചപ്പോൾ അത് ദൈവം നടത്തിക്കൊടുത്തെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കുകയാണ്, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്റെ തലമുറയോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, മനുഷ്യവംശത്തോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങളിൽ നൽകണമേ. ഞാൻ പലപ്പോഴും അസ്വസ്ഥനാകാറുണ്ട്. ഞാൻ നാളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. അസമാധാനം വരാറുണ്ട്. പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുകയാണ്. കരുണ തോന്നി നിന്റെ സമാധാനം ഞങ്ങൾ അയക്കണമേ കർത്താവേ. പലപ്പോഴും എൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ട് കർത്താവേ. എൻ്റെ സ്നേഹം തണുത്തു പോകുന്നുണ്ട് കർത്താവേ. രാത്രിയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ കരുണ തോന്നി നിന്റെ സമാധാനം തന്ന് കർത്താവേ, ആ സ്നേഹം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കർത്താവേ, ദിവസം അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ, അങ്ങയാൽ സ്നേഹിക്കപ്പെട്ടതും അങ്ങയുടെ പുത്രനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന ദൈവസഭ, ദൈവമക്കൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ വർദ്ധിച്ച് നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിന് വിരാമമിടുന്നു. ദൈവം വെച്ചാൽ വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരെയും കർത്താവിന്റെ വിരിക്കപ്പെട്ട ചെറിയ മറവിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.